ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു. സർവപാപഹരം, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന, തമസ്സിനെ, ഇരുട്ടിനെ അകറ്റുന്ന, ഇരുട്ടിനെ നശിപ്പിക്കുന്ന ആ ഭാസ്കരനെ ഞാൻ പ്രണമിക്കുന്നു. കശ്യപഗോത്രത്തിൽ പെട്ട ആ മഹത്തായ ആ തേജസ്സിനെ ഞാൻ ആരാധിക്കുന്നു. നവഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. സൂര്യൻ മിഥുന രാശിയിൽ പ്രവേശിക്കുന്നു. മിഥുനൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണം ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും സൂര്യൻ മിഥുന രാശിയിലേക്ക് വന്നു. സൂര്യനെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ സമശശിസുത, ശശിപുത്രനായ ബുധൻ സമനാണ്. പക്ഷെ ബുധനെ സംബന്ധിച്ചോളം സമത്വമല്ല. ഏതായാലും ഈ ശുക്രൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ജ്യോതിഷികൾക്കൊക്കെ വളരെ നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാ ജ്യോതിഷ വിത്തവാൻ ഭാനു കുളീരസ്ഥിതേ. വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകും കുളീര ഭാനവും. ഭാനു സൂര്യൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഏതായാലും നല്ല ഫലമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കുക, മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. ഏതായാലും ഈ സൂര്യൻ കഴിഞ്ഞ ഒരു മാസക്കാലമായി 32 ദിവസമായി ഇടവൻ രാശിയിലായിരുന്നു, ശത്രുക്ഷേത്രത്തിലാണ്. വിശേഷിച്ച് ശുഭഫലങ്ങളൊന്നും ആ സൂര്യൻ ചെയ്യില്ല. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ മിഥുന രാശിയിലെ സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ചില രാശിക്കാർക്ക് ബുദ്ധിമുട്ടുമുണ്ടാക്കും. ഉദാഹരണമായി എൻ്റെ രാശി വൃശ്ചികൻ രാശിയാണ്, തൃക്കേട്ട നക്ഷത്രമാണ്. എനിക്ക് കർമ്മമേഖലയിലും അല്ലെങ്കിൽ രാജകോപം ഉണ്ടാകേണ്ടുന്ന ഏറ്റവും മോശപ്പെട്ടൊരു മാസമാണ് ഇപ്പം നടക്കുന്നത്. കാരണം വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ അഷ്ടമഭാവത്തിൽ 8ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം അവരുടെ കർമാധിപനാണ്. കർമാധിപനായ ബുധൻ വളരെ ദുർബലമായി 8ൽ നിൽക്കുന്നു. അതിനാൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വൃശ്ചികൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സവിസ്തരം നമുക്ക് ചർച്ചയിലേക്ക് വരാം. നമസ്തേ. ചാരവശാൽ സൂര്യൻ എവിടെ നിൽക്കുന്നു? മിഥുനൻ രാശിയിൽ തന്നെ നിൽക്കുന്നു. അതിനു മുമ്പ് ആരാണ് മിഥുനൻ രാശിക്കാർ? മകീരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വിടുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് രാശിയിൽ തന്നെയാണ്, ലഗ്നത്തിൽ തന്നെയാണ്. പലപ്പോഴും ഫാമിലി വിഷയങ്ങളിൽ ഭാര്യ വീട്ടുകാരുടെ ഇടപെടലുകൾ ഉണ്ടാവുക, ഭാര്യയുടെ ഇടപാടുകൾ ഉണ്ടാവുക, അതിലൂടെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാൻ ധാരാളം സാധ്യതയുണ്ട്. കാരണം ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യനാണ്. സൂര്യൻ ഇവിടെ സമക്ഷേത്രത്തിലാണ്, 3ാം ഭാവാധിപനാണ്. പലപ്പോഴും സഹോദര ഗുണങ്ങൾ വരാം. ഓവർ എക്സൈറ്റഡ് ആകാതെ നോക്കണം. ചെറിയ നിസ്സാര സംഭവം വരുമ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും. ആകാംക്ഷ കൂടുമ്പോൾ അത് പെട്ടെന്ന് ശാരീരികമായി മാനസിക സംഘർഷങ്ങളിലേക്ക് പോകും. വളരെ കൂളായിട്ട് ഓരോ കാര്യങ്ങളും എടുക്കുക, ഇല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നു. പാപയ ലഗ്നതയെ ശിരോരുക്, പരാജയങ്ങൾ സംഭവിക്കാം. ശിരോരുക്, നേത്രസംബന്ധമായ രോഗങ്ങളുണ്ടാകാം. ദുഃഖദുഷ്കീർത്തയ, പേരുദോഷങ്ങളുണ്ടാകും. ഇതര ക്രിയാഭിഗമനം, തൻ്റെ ഒരു കർമ്മം ഉപേക്ഷിച്ച് മറ്റു കർമ്മത്തിലേക്ക് എടുത്തു ചാടിപ്പോവുക, സ്ഥാനച്യുതിയും സ്ഥാനചലനങ്ങൾ ഉണ്ടാവുക മുതലായ വിഷയങ്ങളൊക്കെ ഇവിടെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, മിഥുനൻ രാശിക്കാർക്ക് ഇപ്പോൾ 2ൽ വ്യാഴമാണ്. അപ്രകാരം ലഗ്നത്തിൽ ബുധനുണ്ട്. ബുധനും സൂര്യനും കൂടി ഒന്നിച്ച് വന്നാൽ ഈ സൂര്യൻ്റെ ആ പ്രഭാവം, പാപഗ്രഹത്തിൻ്റെ യോഗം ഒരു പരിധിവരെ നിപുണയോഗം ചെയ്ത് നിൽക്കുന്ന ബുധൻ മാറ്റിയെടുക്കും. ഏതായാലും ഊർജ്ജസ്വലതയോടുകൂടി ഓരോ കാര്യങ്ങളും മുന്നിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായി ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മുന്നോട്ട് പോവുക. നന്ദി, നമസ്തേ.